ശരീരത്തിൽ നിന്നും വല്ലാത്ത ദുർഗന്ധം വരുന്നുവെന്ന് ആരോപിച്ച് SC വിഭാഗത്തിൽപ്പെട്ട യുവതിയെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടതായി ആരോപണം. ഊരുട്ടമ്പലം സരസ്വതി വിദ്യാലയത്തിൽ സ്കൂൾ ബസ്സിലെ ആയായി ജോലിക്ക് കയറിയ ജയശ്രീ എന്ന യുവതിയെയാണ് 3-ാം ദിവസം ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടത്. ജയശ്രീ ജോലിക്ക് വേണ്ടി പോയപ്പോഴത്തേക്ക് അവർ ജാതിപരമായിട്ട് അവരെ ആക്ഷേപിച്ചു. അങ്ങനെ അതുകൊണ്ട് നല്ല വിഷമമുണ്ട്. സ്മെല്ലാണെന്നും നിങ്ങൾ AC ആണെന്നും ഇങ്ങനെ പറഞ്ഞ് അവർക്ക് അതാണെങ്കിൽ ജോലിക്ക് പോയ അന്ന് പറയായിരുന്നു. 3 ദിവസം കഴിഞ്ഞിട്ട് അവരിങ്ങനെ വിളിച്ച് പറയുമ്പോഴത്തേക്ക് നല്ല വിഷമം വരും. അത് ഒരു രക്ഷകർത്താവ് ഇങ്ങനെ വിളിച്ച് പറഞ്ഞു, നിങ്ങൾ സ്മെല്ലാണ്, അതുകൊണ്ട് നിങ്ങൾ AC കയറാണ്ട് അവരെ എടുക്കണ്ട എന്നൊക്കെ വിളിച്ച് പറയുമ്പോഴത്തേക്ക് അത് നല്ല വിഷമം വരും. അത് മാനസികമായിട്ട് ഞാൻ അവിടെ നിന്ന് ആ സ്കൂളിൽ നിന്ന് ഞാൻ നല്ലപോലെ ഉരുകി. നല്ല സങ്കടമായി. എൻ്റെ മക്കളെ വളർത്താൻ വേണ്ടിയാണ് ഞാനത് പോയത്. വെറും 5000 രൂപയ്ക്കാണ് രാവിലെ വന്നിട്ട് പിന്നെ 2ാമതും വരണം ഉച്ചയ്ക്ക് വന്നിട്ട് പിന്നെ അങ്ങനെ 4 തവണ നടന്നാണ് ആ സ്കൂളിൽ വരേണ്ടത്. നമ്മൾ മക്കളെ വളർത്താൻ വേണ്ടിയല്ലേ പറഞ്ഞത്. അപ്പോൾ അവർക്ക് അത് ആദ്യമേ പറയായിരുന്നു. അത് നല്ലപോലെ മാനസികമായിട്ട് അത് സരസ്വതി സ്കൂള്, ഊരുട്ടമ്പലം സരസ്വതി സ്കൂള്. ജോലി ഉണ്ടെന്ന് എൻ്റെ ജോലി വരണ്ടെന്ന് പറഞ്ഞത് അവിടെ അഭിലാഷ് എന്ന് പറഞ്ഞ സാറാണ് ഇതുപോലെ ഇങ്ങനെ പറഞ്ഞ ഒരു രക്ഷകർത്താവ് അവരോട് ഇങ്ങനെ വിളിച്ച് പറഞ്ഞു. അയാൾ ആ സ്കൂളിന്റെ വണ്ടിയിലെ അതെല്ലാം നോട്ടം ആ സാറിനാണ് മെയിൻ നോട്ടം. അങ്ങനെ ആ സാറാണ് ഇങ്ങനെ പറഞ്ഞത്. ഇങ്ങനെ പറയണത്. ഞാൻ ടീച്ചറിന്റെ പറഞ്ഞിരുന്നു. ടീച്ചർ അറിഞ്ഞിട്ടില്ല എന്നാണ് ആദ്യം പറഞ്ഞത്. ടീച്ചർ അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ആ സാറിനെ വിളിച്ച് സംസാരിക്കുന്നപ്പോൾ സാറ് മുഖം തരുന്നില്ല. അങ്ങനെ ആ സാറിൻ്റെ പറഞ്ഞ് നിങ്ങൾ വേറൊരാളെ നിങ്ങൾ കണ്ടെത്തിക്കണം, ആ വണ്ടിയിലേക്ക് കയറാമെന്ന് പറഞ്ഞ് ആ സാർ അങ്ങ് പോവുകയും ചെയ്തു. അതിന് ശേഷമാണ് ഞാൻ ആ സാറിൻ്റെ പോയി ചോദിച്ചപ്പം സാർ ഇങ്ങനെ പറഞ്ഞത് ഇത് ശരിയാണ്. എന്നോട് ആദ്യം നിന്നിട്ട് ഞാൻ ക്ലാസ്സിൽ സ്കൂളിൽ വന്ന് കയറിയപ്പോഴത്തേക്ക് എന്നെ കൊണ്ടുപോയ ചേച്ചിയാണ് ഇതുപോലെ നിന്നെക്കുറിച്ചൊരു പരാതി തന്നിരിക്കുകയാണ്, നീ SC ആണ്, നിന്നെ നല്ല സ്മെല്ലാണ്, യാതൊരു രക്ഷകർത്താവ് വിളിച്ച് പറഞ്ഞു, അതുകൊണ്ട് നിനക്ക് ജോലി തരാൻ പറ്റത്തില്ല എന്ന് ആ ചേച്ചിയോട് അഭിലാഷ് സാറ് വിളിച്ച് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞെന്ന് എൻ്റെ ആ ചേച്ചി പറഞ്ഞു. അങ്ങനെ ഞാൻ HM കണ്ടത്. ഞാൻ നേരിട്ട് സംസാരിച്ചു. അപ്പോൾ ഞാൻ സാറിൻ്റെ ഞാൻ ചോദിച്ചു, സാർ ഇത് ആരാണ് സാർ ഇങ്ങനെ പറഞ്ഞത്? അത് നിങ്ങൾ പോണ റൂട്ടിലെ, ഞാൻ മലയങ്കിഴ പോണ റൂട്ടാണ് ഞാൻ പൊയ്ക്കൊണ്ടിരുന്നത്, നിങ്ങൾ പോണ റൂട്ടിലെ ഒരു രക്ഷകർത്താവാണ് ഡ്രൈവറോട് പറഞ്ഞതെന്നാണ് പറഞ്ഞത്. ഇത് നിങ്ങൾ സ്മെല്ലാണ്, നിങ്ങളെ പറ്റുന്നില്ല, നിങ്ങൾ SC-ക്കാരാണ്, അതുകൊണ്ട് അവരവിടെ ജോലിക്ക് എടുക്കണ്ട എന്ന് ആ രക്ഷകർത്താവ് വിളിച്ച് പറഞ്ഞു. അവർക്ക് പറ്റുന്നില്ല എന്ന്. അങ്ങനെ അപ്പോൾ ഞാൻ പറഞ്ഞു ഏത് രക്ഷകർത്താവാണ് ഇങ്ങനെ പറയുന്നത്? അപ്പം ആ സാറ് പറയുന്നില്ല. അപ്പോൾ ഞാൻ ഡ്രൈവറോട് ചോദിച്ചപ്പോൾ ഡ്രൈവർ ഇത് അറിഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. സംഭവം ഞാൻ പഞ്ചമി കുടുംബത്തിലെ 4ാം തലമുറയിൽപ്പെട്ട അതാണ് ഞാനും എൻ്റെ അനിയത്തിയും. അപ്പോൾ അവർക്ക് ഇതൊക്കെ ഈ സാറിനൊക്കെ അറിയാം. അപ്പോൾ അതുകൊണ്ടാണോ എന്നും അറിഞ്ഞൂടാ. അങ്ങനെ ഒരു വിഷയമില്ല. ഞങ്ങളെ കുഞ്ഞിലേ ഞങ്ങളെ അറിയാം. അതിൽ പറഞ്ഞു ഞങ്ങൾ ഈ പഞ്ചമി കുടുംബം ഈ ഊട്ടുമ്പല സ്കൂള് പഞ്ചമിയിലുള്ള ഇതാണെന്ന് അറിഞ്ഞ് അങ്ങനെ ആ സ്കൂൾ ഇപ്പം നല്ല പുരോഗമിച്ച് നല്ല ഇത് നമ്മൾ കാരണമാണ് അവിടെ ഇതായത്. അപ്പോൾ അവരെ സ്കൂള് സരസ്വതി സ്കൂൾ അവിടെ ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള വ്യക്തിപരമായിട്ട് എന്തെങ്കിലും അവർക്ക് വിരോധം ഉണ്ടോയെന്ന് അറിഞ്ഞൂടാ. അപ്പോൾ അവർ എൻ്റെ അമ്മയെ അവർ പിന്നെ പരിചയപ്പെടുത്തി എന്ന് വെച്ചാൽ എന്നെ അവിടെ പരിചയപ്പെടുത്തി എൻ്റെ അമ്മയുടെ പേര് പറഞ്ഞത് നളിനിയുടെ മോളാണ് എന്നാണ് പറഞ്ഞ അച്ഛനെ തന്ന് എല്ലാവരെയും പരിചയപ്പെടുത്തിയത്. അപ്പോൾ അവർക്ക് എന്ന് വെച്ചാൽ എൻ്റെ അമ്മയെ പേര് പറഞ്ഞു. ആ സാറിന് കൊച്ചിലെ എൻ്റെ അമ്മയും എല്ലാവരെയും ആ സാറിന് ഞങ്ങൾ അറിയാം കുടുംബത്തെ. അപ്പൊ ജാതി ഇഷ്ടമായിട്ട് തന്നെ അവർക്ക് ഒന്നും കുഴപ്പമില്ലായിരുന്നു. നമ്മളെ കാണുമ്പോൾ ചിരിക്കുകയൊക്കെ ചെയ്യുന്ന കുഞ്ഞുങ്ങളിലൊക്കെ. പക്ഷെ ഈ സംഭവത്തിന് ശേഷം സ്കൂളിന്റെ ഒരു നിർമ്മാണം വന്നതിന് ശേഷം പിന്നെ നമ്മളെ കാണുമ്പോഴത്തേക്കും നമ്മൾ അതിലൊന്നും ഇതില്ല. നമ്മളവിടെ കുഞ്ഞുങ്ങളെ കൊണ്ട് ചേർത്തു. നമുക്കുണ്ടായ അനുഭവം നമ്മൾ അന്ന് മീഡിയക്കാരൊക്കെ വന്നപ്പോഴത്തേക്ക് നമ്മൾ പറഞ്ഞു. അത്രയും നമ്മൾ ചെയ്തിട്ടുള്ളൂ. അല്ലാതെ വേറെ നമ്മൾ ഇതിലൊന്നും ചെയ്യേണ്ട ഒരു കാര്യമില്ല. പക്ഷെ നമ്മൾ അതിനുശേഷം നമ്മളെ കാണുമ്പോൾ ഈ പുള്ളിക്ക് നമ്മളെ കാണുമ്പോഴത്തേക്ക് ഒരു വിരോധം പോലെയാണ്. സാധാരണക്കാർക്കാണ് നമുക്ക് പണി തന്നിരിക്കുന്നത്. സർക്കാർ നമുക്ക് പണി തന്നിരിക്കുന്നത്. പരാതി കൊടുത്തു. പോലീസ് പറഞ്ഞ് കേസ് പിന്തുടരാം, അവരെ വിളിച്ച് സംസാരിക്കാം എന്നിങ്ങനെ പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ മൊഴിയെടുക്കാൻ വേണ്ടി ഇവിടെ നിൽക്കുകയാണ്. ഈ വിഷയത്തിൽ മനം തൊന്ന് ജയശ്രീ ആകട്ടെ മാറനെല്ലൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് ഈ പരാതിയിൽ പറയുന്നത്. യുവതിയാകട്ടെ അയിത്തത്തിനെതിരെ പോരാടിയ പഞ്ചമിയുടെ 4ാം തലമുറക്കാരിയാണ്. അതായത് ജാതി വിവേചനത്തിനെതിരെ മഹാത്മാ അയ്യങ്കാളി നടത്തിയ ചരിത്ര പ്രക്ഷോഭമായ ഊരുട്ടമ്പലം ലഹളയിലെ നായികയാണ് പഞ്ചമി. ഇവരുടെ 4ാം തലമുറക്കാരിയാണ് പരാതിക്കാരി.
അതേസമയം പരാതിക്കാരിയായ യുവതിയാകട്ടെ ബസ്സിലെ ആയയാണ്. ശരീരത്തിൽ നിന്നും ദുർഗന്ധം വരുന്നുവെന്ന് രക്ഷിതാക്കളുടെ പരാതിയെ തുടർന്നുകൊണ്ട് അവിടെ പിരിച്ചുവിടുകയാണ് ചെയ്തത് എന്നതാണ് ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഈ ഒരു വിഷയവുമായി സംബന്ധിച്ച അധികൃതരുടെ വിശദീകരണം. ഈ ഒരു വിഷയത്തിൽ ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളിലേക്ക്. അനുഭവം നിങ്ങൾക്കുണ്ടോ? എനിക്കൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അത് ഈ അഭിലാഷം എന്ന് പറയുന്ന ഒരു പുള്ളിയാണ്. ആ പുള്ളിക്കാരനാണ്. ഞാനൊരു ചെറിയൊരു കട, ഞങ്ങൾക്കിപ്പോൾ തൊഴിലായിട്ടൊന്നും വേറെ ഒന്നുമില്ല. ഞങ്ങളുടെ ഭർത്താക്കന്മാരും കൂലിപ്പണിക്കാരാണ്. അപ്പോൾ ഒരു ചെറിയൊരു കടയിട്ട് ഞാനിങ്ങനെ തയ്യലായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുമായിരുന്നു. അപ്പോഴേക്കും ഒരു ചെറിയൊരു ലോണിന് വേണ്ടിയിട്ട് ഞാനൊരു ആലമ്പൊറ്റയിലുള്ള ഒരു ആറ്റേരമ്മയെന്ന് പറയുന്ന ഒരു ഇതിലേക്ക് ഞാൻ പോയി അവിടെ നിന്ന് ചോദിച്ചു. ആ ഓഫീസിൽ പോയി ചോദിച്ചപ്പോഴത്തേക്ക് ഈ പുള്ളിയായിരുന്നു അവിടുത്തെ ആ റൂട്ട് ഈ കടകളൊക്കെ നടത്തിക്കൊണ്ട് പോകുന്ന അവർക്കൊക്കെ ചിട്ടിപ്പിരി പോലെ കൊടുക്കുന്ന ഒരു ആളാണ്. അപ്പോൾ പുള്ളിയാണ് ആ റൂട്ട് പോകുന്നത്. ഞാൻ അവിടെ ചെന്ന് പൈസ അവിടെ ചെന്ന് ആ മാനേജറെല്ലാം എനിക്ക് ഒപ്പിട്ട് എല്ലാം തന്ന് ഇതായി വന്നപ്പോഴത്തേക്ക് ഈ പുള്ളിയുടെ അടുത്ത് പറഞ്ഞു ഈ പുള്ളിയാണ് റൂട്ട് പോകുന്നത്, ഈ പുള്ളിയുടെ അടുത്ത് കണ്ട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. പക്ഷേ ഈ പുള്ളിക്കാരി എന്നെ കണ്ടപ്പോൾ തന്നെ എനിക്ക് വരാൻ പറ്റില്ല കേട്ടോ. എനിക്കൊന്ന് സത്യം പറഞ്ഞാൽ മാനസികമായിട്ട്, കാരണം നമ്മൾ തൊഴിലിന് വേണ്ടിയിട്ടാണ്, നമുക്കിപ്പോൾ ഗവൺമെൻറ് ജോലി ഒന്നുമില്ല, നമ്മൾ സാധാരണക്കാരാണ്. അപ്പോൾ നമ്മളെ കുഞ്ഞുങ്ങളെ വളർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലുള്ളൊരു ചെറിയൊരു കൈത്തൊഴിലൊക്കെ ചെയ്യുന്നത്. അതിന് പോലും നമുക്കൊരു ലോണിന് വേണ്ടിയിട്ട് പോലും ഇങ്ങനെയുള്ള ചില ആൾക്കാർ, ചില മനുഷ്യർ നമ്മുടെ സമുദായത്തിൽ ഇപ്പോഴും ഉണ്ട്. ജാതിയൊക്കെ വെച്ച് പുലർത്തിക്കൊണ്ട് പോകുന്നു. ഒരിടയ്ക്ക് ആ പഞ്ചമി സ്കൂളിലെ ഒരു സംഭവത്തിന് ശേഷം വലുതായിട്ടൊന്നും അങ്ങനെ നമ്മളടുത്തൊന്നും ആരും ഇതുപോലെ ബിഹേവ് ചെയ്യാറില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ കുറേ ഇപ്പോൾ കുറച്ച് വീണ്ടും വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇപ്പോൾ ഓരോ ആൾക്കാരും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ ആൾക്കാരുണ്ട് നമ്മളോട് ആ ഇപ്പോഴും ജാതിയുടെ ഒരു പേരിൽ നമ്മളോട് ആ ഒരു കണ്ണുകൊണ്ട് കാണുന്ന മനുഷ്യരുണ്ട്. അതുപോലെയുള്ള ഒരാളാണ് ഈ അഭിലാഷം എന്ന് പറയുന്നത്. എനിക്ക് നല്ല എൻ്റെ ഒരു അനുഭവത്തിലുള്ള കാര്യമാണ്. കാരണം എനിക്ക് നല്ല വിഷമം വന്നു. അങ്ങനെ എനിക്ക് ആ ലോണിന് എനിക്ക് പൈസ അത് കിട്ടിയില്ല. പിന്നെ ഞാൻ വേറെ SBI ബാങ്കിലൊക്കെ ഒക്കെയാണ് പോയി മുദ്ര ലോൺ അങ്ങനെയൊക്കെ വെച്ചാണ് എടുത്തത്. എന്നിട്ട് എൻ്റെ മക്കൾക്കും സുഖമില്ലാത്ത 2 കുഞ്ഞുങ്ങളാണ്. അപ്പോൾ പഠിക്കാനും അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ തൊഴിലിന് വേണ്ടി പോയത്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു അനുഭവങ്ങൾ, കാരണം ജീവിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെയൊക്കെ ഒരു ലോണിനൊക്കെ വേണ്ടിയിട്ട് അപേക്ഷിക്കുന്നത്. അപ്പോൾ ഈ ജാതിയുടെ പേര് പറഞ്ഞൊക്കെ ഇങ്ങനെയൊക്കെ നമ്മളെ തള്ളുമ്പോഴത്തേക്കും നമുക്ക് മാനസികമായിട്ട് നല്ല ബുദ്ധിമുട്ടുണ്ട്. അതേപോലെ അനുഭവമാണ് ഇപ്പോൾ ചേച്ചിക്കും വന്നത്. അപ്പോൾ അതിൽ നമുക്ക് നല്ലൊരു ഒരു വിഷമമുണ്ട്. അതിനാണ് നമ്മളിപ്പോൾ സ്റ്റേഷനിൽ വന്ന് പരാതി കൊടുക്കാനായിട്ട് നമ്മൾ വന്നത്. അപ്പോൾ എന്താണ് ഇവർക്ക് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് പരാതി കൊടുത്തു. പോലീസ് എന്താണ് പറഞ്ഞത്? നമ്മൾ കേസ് മുന്നോട്ട് പോകാമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്കൂളിൽ അന്വേഷിക്കണം. ഇതൊക്കെയാണ് നമ്മുടെ ഒരു ആവശ്യം. കാരണം എന്നും നമുക്ക് നമ്മളെപ്പോലുള്ള ജാതിയുടെ പേര് പറഞ്ഞ് അങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റില്ല.